ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് നെല്ലിയാമ്പതി മലനിരകളോട് ചേർന്ന് കിടക്കുന്ന കുഞ്ചാർവതി എന്ന് പറഞ്ഞൊരു മലയിലാണ്. ഓക്കെ വിജയ്, നമ്മളിന്ന് യാത്ര തുടങ്ങി. നമ്മൾ മംഗലം ഡാമിൽ നിന്ന് യാത്ര തുടങ്ങി. അപ്പോൾ വിജയ്, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ യാത്ര? അതിൻ്റെ എങ്ങനെ നമ്മളിവിടെ എത്താൻ എത്ര സമയം എടുത്തു, എന്തൊക്കെയാണ് അതിൻ്റെ ഒന്ന് വിശദാംശങ്ങളൊന്ന് പറയുകയാണെങ്കിൽ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൈഫ് അൺബോക്സർ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുഞ്ചാർവതി മലനിരയുടെ ടോപ്പിലേക്കുള്ള യാത്രയിലാണ്. ഇതിനകത്ത് 4x4 മഹേന്ദ്രയുടെ ആ വണ്ടി മാത്രം അങ്ങോട്ട് പോവുള്ളൂ. അപ്പോൾ ആ വണ്ടിയും നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ യാത്ര തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ മലനിരയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഡ്രൈവറേയും അതുപോലെ തന്നെ 4x4 മഹീന്ദ്ര ജീപ്പോടുകൂടി നമ്മളെല്ലാവരുമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ കൊണ്ടുപോകുന്നത് ഭക്ഷണം, വെള്ളം അവരൊന്നും അവിടെ കിട്ടാൻ വഴിയില്ല. അത്രയും നമ്മൾ ഹൈ റിസ്കിലൂടെയാണ് ടോപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ പോകുമ്പോൾ ഈ ഇപ്പോൾ കാണുന്ന റോഡില്ലേ, ഈ റോഡിൻ്റെ അവസ്ഥയൊക്കെ മാറും. റോഡ് എന്ന് പറഞ്ഞ സാധനം അവിടെ ഉണ്ടാവില്ല. ഫുൾ ഓഫ് റോഡായിരിക്കും. കാട്ടിലൂടെ ഒരു മണിക്കൂറോളം മുകളിലേക്കുള്ള യാത്രയാണ്. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. റോഡില്ലാതെ എങ്ങനെ നമ്മൾ കുലുങ്ങി ആ ഒരു പോക്കും എല്ലാം വളരെ ഒരു എന്താ പറയുക, പുതിയൊരു അനുഭവമായിരിക്കും അല്ലേ? അതെ അതെ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിലൂടെ നമ്മൾ ഭയങ്കര മണ്ണും, ആ സമയത്ത് മഴയൊക്കെ വിട്ട സ്റ്റേജായിരുന്നു. അപ്പോൾ കല്ലൊക്കെ ഇളകി, അങ്ങനെ മണ്ണും കല്ലുമൊക്കെ ഇളകിയ കഷ്ടപ്പെട്ട് ആ ഡ്രൈവറുടെ ഒരു മിടുക്ക് തന്നെയാണ്. അതുമല്ല, നമ്മളിപ്പോൾ പോകുന്ന വഴിയിൽ ഇവിടെ കുറച്ചെങ്കിലും റോഡുണ്ടെന്ന് പറയാം. അവർ പറയുന്നത് ഈ റോഡ് പോലും ഉണ്ടാവില്ല എന്നാണ് അവർ പറയണത്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, കല്ലും ആ ഒരു കുഴിയൊക്കെ ചാടിയിട്ടാണ് വണ്ടി പോകുന്നത്. ഇനി അങ്ങോട്ട് റോഡില്ല എന്ന് അവർ പറയണം അല്ലേ? അത് മംഗലം ഡാമിന് പൊൻകണ്ടം കടപ്പാറ വഴി അങ്ങനെ മണ്ടാഴി പഞ്ചായത്തിൽ നിന്നും കിഴക്കഞ്ചേരി പഞ്ചായത്തിലേക്ക് കടന്ന് അങ്ങനെ ഒരു മലയോര പ്രദേശത്ത് മലയോര ഹൈവേ പോലെ, അതായത് ഫുൾ കല്ലും മണ്ണും ഓഫ് റോഡ് എന്ന് പറയാം. ഫുൾ കല്ലും മണ്ണും കൂടിയുള്ള റോഡിൽ കൂടിയാണ് നമ്മൾ വന്നത്. അതിന് ജീപ്പ് 4-വീലർ ഉപയോഗിച്ചു. അപ്പോൾ മഹേന്ദ്രയുടെ ഈ ജീപ്പ് ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഇപ്പോഴത് യൂസ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള റോഡ്, ഓഫ് റോഡുകളിൽ അതല്ലാതെ വേറെ വഴിയില്ലാന്ന് നമ്മളിപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ യാത്രയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അത് നേരിട്ട് അനുഭവിക്കണം അല്ലേ? അതെ അതെ. ഈ കാണുന്ന മല ഏതാണെന്നറിയോ? ഈ കാണുന്ന മല നെല്ലിയാമ്പതിയുടെ പല ഭാഗങ്ങളായി കാണുന്ന മലകളാണ്. അതിൻ്റെ അപ്പുറത്ത് ഭാഗമായിട്ട് നമ്മുടെ പറമ്പിക്കുളം, അങ്ങനെ ആ ഏരിയ ഒക്കെ വരുന്ന കവർ ചെയ്ത് വരുന്ന മലനിരകളാണ്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ കൃഷി കണ്ടില്ലേ? അതെ, കൃഷി, നമ്മൾ കാപ്പിത്തോട്ടങ്ങളും അതുപോലെ തന്നെ കുരുമുളക്, അങ്ങനെ പണ്ടത്തെ രീതിയിലുള്ള പൂർവികമായിട്ടുള്ള അതേ രീതിയിലുള്ള കൃഷി ചെയ്ത് ഇവര് ചെയ്യുന്ന ഒരു റോഡിന്റെ സൈഡിൽ നമുക്ക് കാണാം. അതെ, പിന്നെ അതുപോലെ ഇവിടുത്തെ കൃഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 ഏക്കറല്ല, ഓരോരുത്തർക്ക് 300-400 ഏക്കറാണ്. അതും കുരുമുളകും. അതായത് വർഷത്തിൽ ലക്ഷങ്ങൾ വരുമാനം, ടൺ കണക്കിന് കുരുമുളകാണ് അവർ കയറ്റി അയക്കുന്നത്. കോടിക്കണക്കിന് രൂപയാണ് വാർഷിക വരുമാനം ഓരോ തോട്ടം മുതലാളിമാർക്കും ഉള്ളത്. അതേപോലെ തന്നെ ഇവര് അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. കാരണം മൃഗങ്ങളും അതുപോലെ തന്നെ ആന, അങ്ങനത്തെ ആനയുടെ ഭയങ്കര ശല്യമുണ്ട്. കാരണം നമ്മൾ പോകുന്ന എല്ലാ തോട്ടങ്ങളിലും കമ്പി വേലിയിൽ കറണ്ട് വേലി കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഏറ്റവും വലിയ അത് നമ്മുടെ ഇടയിൽ വെച്ച് ഇറങ്ങുമ്പോൾ അവിടെ അട്ടയുണ്ട്. അട്ട നമ്മുടെ കാലിൽ കടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും അറിയില്ല. പിന്നെ ബ്ലഡ് വരുമ്പോഴാണ് അത് അറിയുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ പോണ റോഡുണ്ടല്ലോ, ഇതൊന്നും ശരിക്കും ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അതെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അത് വളരെ റിസ്കോട് കൂടി നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാൻ പറ്റും. വളരെ കെയർഫുള്ളായിട്ട് എക്സ്പേർട്ടായിട്ടുള്ള ഡ്രൈവറാണ് അത് എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അട്ടയെ കാണാം. അതുപോലെ തന്നെ താഴെ കല്ലുകളെല്ലാം ഈ മഴയെടുത്ത് മുകളിലത്തെ മലമുള്ള കല്ലുകളൊക്കെ ഒഴുകി വന്നിട്ട് അത് ശരിക്കും അതിൻ്റെ മുകളിലൂടെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അവർ. പിന്നെ അതുപോലെ ഇങ്ങോട്ട് വരുന്നവരാണെങ്കിൽ മംഗലം ഡാമിൽ വണ്ടി നിർത്തി ഇതുപോലെ ഇഷ്ടം പോലെ ജീപ്പ് ഉണ്ടാവും. അവരോടൊന്ന് ചോദിച്ചിട്ട് ജീപ്പിലായിരിക്കാൻ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും ഒരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ഈ കാണുന്ന ഒരു അമ്പലമാണ്. ഈ അമ്പലം വർഷങ്ങൾക്ക് മുമ്പ് നന്നായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ആന വന്ന് ഇടിച്ച് പൊളിച്ച് മൊത്തം കളഞ്ഞത്. അതെ, അപ്പോൾ അതുകൊണ്ട് അത് വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്ത് അവിടെ ഈ ആദിവാസികളൊക്കെ വന്ന് പൂജയും അതുപോലെ തന്നെ ഇത് നടത്തുന്നുണ്ട്. പിന്നെ വെള്ളച്ചാട്ടം, പല കാടിൻ്റെതായ എല്ലാ കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയും. ഈ വെള്ളമൊക്കെ മംഗലം ഡാമിലേക്ക് പോകുന്ന, ആ മംഗലം ഡാമിലേക്ക് എത്തുന്ന വെള്ളത്തിൻ്റെ ഒരു വെള്ളച്ചാട്ടത്തിൽ വരുന്ന കാര്യങ്ങളാണ്. നെല്ലിയാമ്പതി, അതുപോലെ പറമ്പിക്കുളം, അങ്ങനെയുള്ള മലനിരകളുടെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഡാം, മംഗലം ഡാമിന്റെ ഒരു സൈഡ് വ്യൂ, ചെരുവുകളും അതുപോലെ തന്നെ പാറകളുള്ള റോഡും, അതുപോലെ ഒരു സൈഡ് മൊത്തം ചരിവാണ്. അങ്ങനെ വളരെ റിസ്ക് ആയിട്ടുള്ള ഏരിയ കൂടെയാണ് ജീപ്പ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
ഇപ്പം നമ്മൾ നോക്കൂ, ഇതിൽ രണ്ട് സൈഡും കറക്റ്റ് ഒരു ജീപ്പിന് പോകാൻ പറ്റുന്ന രീതിയിലുള്ള റോഡേ ഉള്ളൂ. പക്ഷേ ആ ഡ്രൈവറുടെ മിടുക്കാണ് നമ്മളെ സേഫായിട്ട് കൊണ്ടെത്തിക്കുന്നത്. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ കണ്ടില്ലേ, നമുക്ക് പുറത്ത് ആ ക്യാമറ വെക്കുമ്പോൾ അപ്പുറ സൈഡ് റോഡില്ല, റോഡ് വളരെ ചരിവായ സ്ഥലമാണ്. അപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ JCB അവിടെ പണിയെടുക്കുന്നുണ്ട്, അവിടെ കൃഷിക്കാരുടെ എന്തൊക്കെയോ കൃഷി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഇതിൽ കൂടെ പോകുമ്പോൾ നമ്മൾ വലിയ വലിയ പാറ കഷ്ണങ്ങളിലൂടെ മുകളിലൂടെ കയറുമ്പോൾ ആ വളവൊക്കെ എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് റിസ്ക് ആയിട്ടാണ് ആ ഡ്രൈവർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഡ്രൈവർ ഉണ്ട്, എന്ത് കഷ്ടപ്പെട്ടാണ് അദ്ദേഹം ഓടിക്കുന്നത്. അത്രയും അയാൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. പക്ഷേ അയാൾ എക്സ്പേർട്ട് ആയതുകൊണ്ട് നമുക്കത് യാത്ര ചെയ്യുമ്പോൾ അത് അറിയില്ല. ഒരു സ്റ്റെപ്പ് കഴിയുന്നവരും കാട്ടിലേക്ക് കിടക്കുകയാണ്. ഇതിപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കിടക്കാൻ പോകണം. ഇനി നമുക്ക് റോഡ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവില്ല, മൊത്തം ഈറ്റയായിരിക്കും. ഇവിടെ ഫുൾ ആനയും ആനപ്പിണ്ടം ഒക്കെ കിടക്കുന്നുണ്ട്. ആനകൾ എപ്പോഴും വന്ന് സഞ്ചരിക്കാനുള്ള ഏരിയ എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. കണ്ടു, സൈഡെല്ലാം ഭയങ്കര ഇടിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതിലൂടെ ചില സമയത്ത് വണ്ടി മഴയുള്ളത് കൊണ്ട് വണ്ടി തെന്നി മാറുന്നുണ്ട്. പക്ഷെ നമ്മളെ അത് സേഫായിട്ട് തന്നെ നമ്മുടെ യാത്ര തുടരുക. ചില സമയത്ത് ആന അവിടെ കാണുന്നതാണ് ഡ്രൈവർ നമ്മോട് പറഞ്ഞു കേട്ടോ. അതെന്തോ നമുക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല. പിന്നെ അതിന് പുറമെ ഒരു പകുതി വഴി എത്തിയ ഉടനെ പിന്നെ നമ്മൾ ക്ലൈമറ്റ് മാറുകയാണ്. കാരണം അതുവരെ നമുക്ക് ചൂടായിരുന്നു. ആ ഒരു പകുതി എത്തിയ ഒരു ഈറ്റകളുടെ ഒരു സ്ഥലം എത്തുമ്പോൾ അവിടെ നോട്ടിട്ട് നമ്മൾ ഓൾറെഡി തണുപ്പിലേക്ക് മാറി. വിജയേട്ടൻ പറയണ പോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് വന്നു കഴിഞ്ഞു. നമ്മൾ ഏകദേശം മലയുടെ ടോപ്പിലെത്തി. ഏകദേശം കോട ഇറങ്ങുന്നുണ്ട്, നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കണ്ടില്ലേ, മൊത്തം ഈറ്റയുടെ ഒരു കാടാണ്. ഇവിടെ എപ്പോഴും ആനയുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ആനപ്പിണ്ടൊക്കെ നമ്മൾ കണ്ടു ഓൾറെഡി. അതെ. അപ്പോൾ ഇതിലും നമ്മൾ ഇടയിൽ കൂടെ പോകുമ്പോൾ നോക്കും, മുകളിലുള്ള ഈറ്റർ ഇതുകൊണ്ട് ശരിക്കും കാഴ്ചകൾ ശരിക്കും കാണുന്നില്ല, സൈഡുകളൊന്നും കണ്ടോ. ആ പച്ച ഇടയിലൂടെ ആ ജസ്റ്റ് ഒരു ജീപ്പ് 4 ടയർ പോകേണ്ട സ്ഥലം മാത്രമേ ഉള്ളൂ. സൈഡിൽ റോഡ് കണ്ടോ, ഇവിടെ വന്ന് അടഞ്ഞിട്ടേ ജീപ്പ് തട്ടി മറച്ചോണ്ടാ പോണത്. ശരിക്കും അത് നമ്മളിപ്പോൾ പിന്നെ പകലായതുകൊണ്ട് കുഴപ്പം, നൈറ്റൊക്കെ ആണെങ്കിൽ ശരിക്കും ഒരു പേടിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. മൃഗങ്ങൾ നമ്മുടെ ഇതിലേക്ക് വരാതിരിക്കാനും റോഡ് നശിപ്പിക്കാതിരിക്കാനും അതുപോലെ തന്നെ കൃഷിയിടങ്ങളിൽ വന്ന് കൃഷി നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കറണ്ട് വേലി കെട്ടിയിരിക്കുന്ന ഇലക്ട്രിക്കായി കുറച്ച് കറണ്ട് പോകുന്നു എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. കാപ്പിത്തോട്ടങ്ങളും കൂടാതെ ബാക്കി കൃഷികളും റബ്ബറും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങൾ, ഇപ്പോൾ പാലക്കാട് മങ്ങ ഡാം ആണ് ഈ സ്ഥലമുള്ളത്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങൾ യഥാർത്ഥത്തിൽ അങ്ങനെ എല്ലാവർക്കും അറിയില്ല. അപ്പോൾ അറിയപ്പെടാത്തൊരു സ്ഥലമായിട്ടാണ് പൊതുവെ ഈ കുഞ്ചേർപതി ഉള്ളത്. ഇത് കുഞ്ചേർപതി നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രം ആവും ഇൻ ഫ്യൂച്ചർ. പക്ഷേ ഇതിലൂടെ കണക്ട് ചെയ്ത് നെല്ലിയാമ്പതി അങ്ങനെ ആ ഇതിലേക്കെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ ഇത് കേരളത്തിൽ അധികം ആൾക്കാർക്ക് അറിയില്ല. മങ്ങൽ ഡാമിന് ഏകദേശം 30 കിലോമീറ്റർ മുകളിലേക്ക് മലനിരകളിലേക്ക് മുകളിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു പ്ലേസ് ഉള്ളത്. ശരിക്കും അത് അത്ഭുതമായിരുന്നു. റിസോർട്ട് നമ്മൾ വെളിയിൽ നോക്കുമ്പോൾ ചെറിയ ചെറിയ ഷെഡ് പോലെ ആണെങ്കിൽ ഉള്ളിൽ വന്നപ്പോൾ കഴിക്കാൻ ഒരു സ്പെസിഫിക് ഏരിയ. അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്ക് ഒരു ഇതിന്റെ ഉള്ളിൽ തന്നെ 2 ബെഡ്റൂം അറ്റാച്ച്ഡ്, ബാക്കിലൊക്കെ ഓപ്പൺ ബാൽക്കണി കാണാൻ പറ്റിയ നല്ല വ്യൂയുടെ ഹില്ലിന്റെ ടോപ്പ് ഹില്ലാണ് ഇവിടെ ഉള്ളത് അല്ലേ? അപ്പൊ ഹില്ലിന്റെ ഏറ്റവും മൊത്തം ഏകദേശം ഒരു 300 ഏക്കറാണ് ഈ റിസോർട്ട് പറയുന്നത്. അതിന്റെ ചുറ്റുഭാഗം 4 ഭാഗവും ഫോറസ്റ്റ് ആണ്. നമുക്ക് നെല്ലിയാമ്പതിയിലോ അത് മറ്റു മൂന്നാറിലൊന്നും നമുക്ക് ഇതുപോലുള്ള ഹിൽ ഏരിയ പോകാനുള്ള ആക്സസ് ഇല്ല. പക്ഷെ നമുക്ക് ഇവിടെ ആണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ റിയലി ഇറ്റ്സ് വണ്ടർഫുൾ. ശരിക്കും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ രണ്ടാമത്തത് കോർപ്പറേറ്റ് ഈവന്റ് നടത്താൻ പറ്റിയ സ്ഥലമാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു കമ്പനിയിൽ ഒരു 100 പേരുണ്ട്, അവർക്കൊരു മീറ്റിംഗ് വെക്കാനോ അതിനൊക്കെ പറ്റിയ ഒരു ഇടമാണ്. എല്ലാവർക്കും ഇതുണ്ട്. പിന്നെ അതിന് പുറമെ ഇപ്പൊ സംസാരിച്ചപ്പോ ഇവിടെ ആന, കരടി, വന്യമൃഗങ്ങളായിട്ടുള്ള പുലി, അതുപോലെ കുരങ്ങുകള്, അങ്ങനെയുള്ള ജീവികളൊക്കെ ഇവിടെ അറിയാൻ കഴിഞ്ഞു. കാട്ടുപോത്തടക്കം ഇതുവരെ നമ്മുടെ റിസോർട്ട് വരെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ട്. അപ്പോൾ നോക്കൂ, ഇവിടെ നോക്കൂ, നമുക്കിപ്പോൾ 5 ഔട്ട് ഹൗസാണ് ഉള്ളത്. ഈ 5 ഔട്ട് ഹൗസിലും താമസിക്കാൻ റെഡി ടു ഇതാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പിന്നിൽ മുഴുവൻ കാട് ഏരിയയാണ്. പിന്നെ ഇതിൽ 5 എണ്ണത്തിൽ നമുക്ക് 2 റൂമും അല്ലെങ്കിൽ സിംഗിൾ റൂമും
ഒരു വലിയ ബെഡ്റൂം, ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, പിന്നെ ബാക്കിൽ ഒരു ബാൽക്കണി വെച്ചിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാനോ അങ്ങനെ നൈറ്റ് ഫയർ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും റോഫും അതൊക്കെ കെട്ടി അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പോവാണ്. ഇവിടെ നമുക്ക് മുകളിൽ പോയിട്ട് റോപ്പ് വഴി ആ അറ്റത്ത് പോയി ഇറങ്ങാം. ഞാനും വിജയേട്ടനും കൂടെ പോകുന്നത് ഇതാ കയറി കഴിഞ്ഞാൽ ഇതാ അതിൻ്റെ ടോപ്പിലെത്തുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ ആക്ടിവിറ്റീസ് ആണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മുടെ ഇവിടെ തന്നെ ട്രെയിനേഴ്സ് ഉണ്ട്, ദേ വിൽ ഹെൽപ്പ് യു. അപ്പോൾ അവരെങ്ങനെയാണ് കാണിക്കുന്നതെന്ന് നമ്മൾ നോക്കാം. ജസ്റ്റ് സീ ദാറ്റ്, വാച്ച് ദ വീഡിയോ. എല്ലാത്തിൻ്റെ പിന്നിൽ നമ്മുടെ സഹജൻ എന്ന മഹാമനുഷ്യൻ്റെ മനസ്കതയാണ്, വിശാല മനസ്കതയാണ്. അതാ പോവാൻ യാത്ര തുടങ്ങി. ഇതെങ്ങനെ നോക്കൂ, ഇതാ കണ്ടോ എന്ത് രസമായിട്ടാണ് പോകുന്നത്. വാവ്, വാട്ട് എ സൂപ്പർ എക്സ്പീരിയൻസ്. വാവ്, കാല് പൊക്കണോട്ടോ അവിടെ അവിടെ ചെന്ന് അത് ചവിട്ടി നിന്നാ മതിയേ. അത് സൂപ്പർ ആയില്ലേ. താമസിക്കുന്ന റിസോർട്ടിന്റെ തൊട്ടടുത്ത് ആന വന്നതിന്റെ പാടുകളെല്ലാം ഉണ്ട്. അത് ആനയും രാത്രി കാലങ്ങളിൽ നമുക്ക് നേരിട്ട് ആനയെ കാണാനുള്ള ഇതുണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്ത് നിന്നാണ് ആന വരാറുള്ളത്. അപ്പോൾ ആനപ്പിണ്ടത്ത് ചവിട്ടിയ മുടി വളരെ മൊട്ടയടിച്ചിട്ട് വരിക എല്ലാവരും. സോ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കമൻസ് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാം. നമ്മൾ നിങ്ങളെ റീച്ച് ഔട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മളിത് എൻഡ് ചെയ്യാൻ പോവാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ കൂടുതലും ഡീറ്റെയിൽസ് അറിയാൻ ഇനി ഞങ്ങളെ ഫോളോ ചെയ്യുക. സോ വി വിൽ റീച്ച് ഔട്ട് അഗെയിൻ.